കലോത്സവ വേദിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കായിട്ടുള്ള സ്വർണ്ണക്കപ്പ് കണ്ണൂർ നേടിയിരിക്കുന്നു. കലാകിരീടം കണ്ണൂരിന് 4ാം തവണയാണ് കണ്ണൂർ കലാകിരീടം അണിയുന്നത്. ഇത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 952 പോയിന്റ് നേടിയാണ് കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ, അതായത് 24 വേദികളിലായി 5 ദിവസം നീണ്ടുനിന്ന കലാമേള ഇന്ന് വൈകിട്ടോടെ സമാപിക്കാനിരിക്കുകയാണ്. കലാകിരീടം കണ്ണൂർ സ്വന്തമാക്കിയിരിക്കുന്നു. ഏതാണ്ട് 239 ഇനങ്ങളിലാണ് ഈ കലാമേളയിൽ മത്സരങ്ങൾ നടന്നത്. 10,000-ലേറെ വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മത്സരാർത്ഥികളായി പങ്കെടുത്തിരുന്നു. ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് കലാകിരീടം കണ്ണൂർ നേടുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഷഫീദ് റാവുത്തർ ഉണ്ട് നമുക്ക് വിവരങ്ങളുമായി കലോത്സവ നഗരിയിൽ നിന്ന്. ഷഫീദ്, 952 പോയിന്റാണ് കണ്ണൂർ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കണ്ണൂർ ഇന്നലെ കാഴ്ചവെച്ചത്. കോഴിക്കോടായിരിക്കുമോ 1ാം സ്ഥാനത്ത് എന്ന് തോന്നുന്ന തരത്തിൽ ഒരു മികച്ച പ്രകടനം കോഴിക്കോടിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണൂർ അവരുടെ സമ്പൂർണ്ണമായ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, കണ്ണൂരിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു തിരിച്ചുവരവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രകടനം അത് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിൽ അവർക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കുമ്പോൾ കണ്ണൂർ ആ കനക കിരീടത്തിൽ, അല്ലെങ്കിൽ ആ കിരീടത്തിൽ, കലാകിരീടത്തിൽ കണ്ണൂർ മുത്തമിടാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് ലഭിക്കുന്ന വിവരം. അതായത് 952 പോയിന്റോടെ കണ്ണൂരാണ് ആ പോയിന്റ് പട്ടികയിൽ മുൻപിലെത്തി കലാകിരീടത്തിൽ മുത്തമിടുന്നത്. കോഴിക്കോട് തൊട്ടുപിന്നിൽ 949 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. 3ാം സ്ഥാനത്ത് പാലക്കാടാണുള്ളത്. 938 പാലക്കാട് പോയിന്റുള്ളത്. ആദ്യ 3 ദിവസങ്ങളിൽ കോഴിക്കോടിന്റെ പ്രകടനം അത് വലിയ രീതിയിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ അടുത്ത ദിവസം മുതൽ കണ്ണൂർ സജീവമായി മുന്നോട്ട് വന്നു. അതിനുശേഷം കണ്ണൂർ നടത്തിയൊരു തേരോട്ടം അത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികളിൽ നമ്മൾ കണ്ടതാണ്. അത് ഗ്രൂപ്പ് ഇനങ്ങളാണെങ്കിലും വ്യക്തിഗത ഇനങ്ങളാണെങ്കിലും കണ്ണൂർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലം അതവർക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോടിന് കിരീടം നഷ്ടമായത് 3 പോയിന്റ് വ്യത്യാസത്തിലാണതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 4ാം സ്ഥാനത്ത് തൃശ്ശൂരുണ്ട്. 925 പോയിന്റാണ് തൃശ്ശൂർ നേടിയത്. അപ്പോൾ ഈ കലോത്സവം നടന്ന കൊല്ലം ജില്ലയാകട്ടെ 910 പോയിന്റ് മാത്രം നേടി എന്നുള്ളതും ഈ പോയിന്റ് പട്ടികയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ആശ്രാമ മൈതാനത്തെ പ്രധാനപ്പെട്ട വേദിയിൽ നടക്കുന്ന ചടങ്ങിൽ കണ്ണൂർ ആ കലാകിരീടത്തിൽ മുത്തമിടും. കണ്ണൂർ ആ കലാകിരീടം കൊണ്ടുപോകും എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാത്രമല്ല, അത് കണ്ണൂരിനെ സംബന്ധിച്ചൊരു സ്വീറ്റ് റിവഞ്ചായി കൂടി അടയാളപ്പെടുത്തും. ഗോപി, ശരി. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കൊക്കെ എന്തൊക്കെയാണ് കണ്ണൂർ കലാകിരീടം നേടുമ്പോൾ അവർക്ക് എത്രത്തോളം സന്തോഷമുണ്ട്? ഷഫീദ്, അവരുടെയൊക്കെ ഒരു പ്രതികരണം നമുക്ക് കേൾക്കാം ഈ സമയത്ത്. ഉറപ്പായിട്ടും ഗോപികൃഷ്ണൻ, കാരണം നമ്മൾ ഈ തടിച്ചുകൂടിയിരിക്കുന്നത് സ്വാഭാവികമായും പല ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്. ചേട്ടാ, ഇപ്പോൾ ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് കണ്ണൂരാണ് ഈ കിരീടത്തിൽ. കോഴിക്കോടല്ല പ്രതീക്ഷിച്ചതുപോലെ കണ്ണൂരാണ്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? ഇവിടുത്തുകാരനാണോ? തീർച്ചയായിട്ടും ഞാൻ കൊല്ലംകാരനാണ്, കരുനാപ്പള്ളിക്കാരനാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കോഴിക്കോടായിരിക്കുമെന്നാണ്. കൊല്ലത്തിരിക്കേണ്ട ഒരു കപ്പാണ്. കോഴിക്കോടാണ് പ്രതീക്ഷിച്ചത്. കോഴിക്കോടാണ് പ്രതീക്ഷിച്ചത്. ഇപ്പൊ ആ പ്രതീക്ഷ മാറി, അവിടുന്ന് മാറി കണ്ണൂരിലേക്ക് തന്നെ പോകും. എന്താ ഈ കണ്ണൂർ നേടുമ്പോൾ എന്താ അതിനകത്ത് തോന്നുന്നത്? കാരണം അതിനകത്ത് ഒരുപാട് കലോത്സവ ചരിത്രത്തിലൊരു കാര്യം കൂടിയുണ്ട്. തീർച്ചയായിട്ടും കണ്ണൂർ ഒരുപാട് പ്രാവശ്യം കിരീടം നേടിയിട്ടുള്ള ടീമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ പരിസ്ഥിതിയിലും ഒരുപാട് കലാകാരന്മാർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ. ചേട്ടാ, എന്ത് വന്നു കണ്ണൂരാണ് ഇപ്രാവശ്യം കിരീടം നേടിയിട്ടുള്ളത്? ഈ സ്കൂൾ കൊല്ലംകാരനാണോ? കൊല്ലത്ത് കിരീടം കിട്ടിയില്ല. കുഴപ്പമില്ല, അവരെ നമുക്ക് കിട്ടുമല്ലോ. ഏതായാലും അങ്ങനെയാണ് ഈ പ്രതികരണം വരുന്നത്. സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിച്ച 3 ജില്ലകൾ, അതിലൊന്ന് കോഴിക്കോട്, അതേപോലെ തന്നെ കണ്ണൂർ, പാലക്കാടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളിൽ കണ്ണൂർ ഏറ്റവും ഒടുവിലേക്ക് അടയാളപ്പെടുത്തിയൊരു പേരായിരുന്നു. ആ പേരിപ്പോൾ ഏതായാലും യാഥാർത്ഥ്യമായിരിക്കുന്നു. ചേട്ടാ, നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഇവിടുത്തുകാരനാണോ? ഞാൻ ഇവിടുത്തുകാരനാണ്. എനിക്ക് വിഷമം എൻ്റെ നാടിന് കിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്നാൽ ഏറ്റവും കൂടുതൽ കലാകാരന്മാർ കൊല്ലം ജില്ലയിലാണ്. നിങ്ങൾ കൊടുത്തു വിട്ടതാണോ ഈ കപ്പ്? ഞാൻ കൊടുത്തു വിട്ടതല്ല, എനിക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. അവർ വന്ന് എടുത്തതാണ്. അവർക്ക് അതുകൊണ്ട് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുന്നു. ഓക്കെ ചേട്ടാ, പറ. കണ്ണൂർ തന്നെ പ്രതീക്ഷിച്ചേ. നിങ്ങൾ പ്രതീക്ഷിച്ചോ? അല്ല, ഞാൻ കൊല്ലംകാരനാണ്. പക്ഷേ കണ്ണൂർ തന്നെ കിട്ടുമെന്നായിരുന്നു. കോഴിക്കോട് പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് ഒരു മൂവ്മെന്റ് കണ്ടപ്പോൾ കണ്ണൂർ വരുമെന്നും ഉറപ്പുണ്ടായിരുന്നു. ഗോപി, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഈ മത്സരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അത് ഓരോ ദിവസം കഴിയുന്തോറും ഇഞ്ചോടിഞ്ച് പോരാട്ടം അതിങ്ങനെ മാറി മറിയുന്ന കാഴ്ച നമ്മൾ പലതവണ കണ്ടതാണ്. അതൊരു പക്ഷേ കലോത്സവ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു മാറ്റിമറിക്കൽ നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഈ ഫോട്ടോ ഫിനിഷ് എന്നോ അല്ലെങ്കിൽ പോയിന്റുകളുടെ വ്യത്യാസമോ ഇഞ്ചോടിഞ്ച് പോരാട്ടമോ ഒക്കെ നമ്മൾ അങ്ങനെ കണ്ടതാണ്. ഇപ്പോൾ കൊല്ലത്തുകാരുടെ പ്രതികരണം നമ്മൾ കേട്ടു. അവർ പറയുന്നത് ആ കപ്പ് കണ്ണൂരിന് അർഹതപ്പെട്ടതാണ്, അവർ അങ്ങ് കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളതാണ് കൊല്ലത്തുകാരുടെ പ്രതികരണം. ഗോപി, ശരി. ഏതായാലും ഏറ്റവും
പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ കലോത്സവ വേദിയിൽ നിന്ന് വരുന്നത് ഇത്തവണത്തെ സ്വർണ്ണക്കപ്പിൻ ജേതാക്കളാകുന്നത് കണ്ണൂർ ജില്ലയാണ്.